السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ഫിർസത്തോ സത്യവിശ്വാസിമാര വിശ്വാസിനിമാര അള്ളാഹു സുബ്ഹാനഹു തആലರು പേടിച്ച് ജീവിക്കണം ചൊಂತು ಸಂತತ ಮರ್ಕಾಂಟೆ ಉಡೆ ಕೂಡಿಟ್ಟುಳ್ಳೆ നിങ്ങൾ ഓരോരുത്തരൊട്ടും വസിയത്താക്കര ഉപദേശിക്കര അള്ളാഹു സുബ്ഹാനഹു തആല അത്തരത്തിൽ അവൻ്റെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಅವರ ಜೀವನ ಚರಿತ್ರತೋ 55ാമത്തെ ക്ലാസ്സിലെ തിക്ർ ഞങ്ങളുടെ കൂടെ ഒട്ടികയിരെ 4-5 ക്ലാസ്സിൽ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വിഷയ തിക്ർ ഞങ്ങൾ മനസ്സിലാക്കി വന്നു. ഹിജറ 3ാമത്തെ വർഷത്തിൽ ഷവ്വാൽ തിങ്കളിൽ നടന്നതായ ബദ്ർ യുദ്ധത്തിൽ പിന്നെ നടന്നതായ ഒരു യുദ്ധത്തിക്ക് ഉഹദ് യുദ്ധ മുസ്ലിമീങ്ങ ഫസ്റ്റ് അങ്ക് വിജയ കിട്ടിയെങ്കും രണ്ടാമത്തെ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇത്വാഅത്ത് നഷ്ടപ്പെട്ട കാരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരീക്ഷണ ചൊല്ല രൂപത്തിൽ മുസ്ലിമീങ്ങ സോക്കനായിട്ട് വന്ന് മുശ്രിക്കീങ്ങ വിന്നായിട്ട് അങ്ങ ഔഡ്രെ റിട്ടേൺ മക്കത്തുക്ക് പോണ്ടാർ. അതിൽ പിന്നെ മുസ്ലിമീങ്ങ മദീനത്തുക്ക് റിട്ടേൺ വന്നതിൽ പിന്നും അണ്ട് ചെന്യാസൈറ്റിക്ക് അങ്ങ് റിട്ടേൺ പണ്ട് ലാസ്റ്റൊക്കെ ഞങ്ങൾ ചൊന്നു വെച്ചത് പിത്യാണ്ട് സുബൈക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിരങ്ങൾ വിളിച്ചു ചൊന്തു എല്ലാവരും യുദ്ധத்துக்கு ரெடி ஆகணும் சொல்றதைட்டிக்கு உஹது யுத்த தீந்து அங்கே புண்ண அங்கே காயமாக உடங்கான்ட்டு அதே போல் അങ്ങനെ ആ ഒരു ബച്ചലും തീരാണ്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനൊരു യുദ്ധത്തിന് നിങ്ങൾ റെഡി ആവണം ചൊന്തു ചൊല്ലുമ്പോൾ സമീഅന വ അത്അന ഞങ്ങൾ കേട്ട ഞങ്ങൾ അനുസരിച്ച ചൊല്ല രൂപത്തിൽ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെറൂൽ നിണ്ടാർ. ആ യുദ്ധത്തെ ആയുധമെല്ലാം പിടിച്ചിട്ട് ഞങ്ങൾ റെഡി എന്ന് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ അങ്ങ് നിണ്ടാർ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായിട്ട് ചൊല്ലുന്നത് കാണ്ട് എന്തേ ഉഹദ് യുദ്ധ അല്ലാത്ത ഉഹദ് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയങ്ങല്ലാണ്ട് വേറെ ഒരാളും ആ യുദ്ധത്തിക്ക് ബറോത്തീര ചൊന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താക്കിയത് അങ്ങോട്ടേക്ക് ചൊന്നൂറ് അല്ലെ എന്ത് കഴിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ಏನൊരു യുദ്ധത്തിക്ക് റെഡിയാവുകയിട്ട് ചൊന്നറേ ഈ മുശ്രിക്കുമാർ മക്കത്തുക്ക് പോയങ്ങ അങ്ങ് മക്കത്തുക്ക് പോയാറ് ചൊന്തു ഔഡർ പോയാറ് മാത്രമ ഹൗറ ചൊല്ല ജാഗ്യത്തിയപ്പ അങ്ങനെ നടുള്ള ഒരു ഡിസ്കഷൻ ആവും ഞങ്ങ വിണ്ണായൻ ചൊന്തല്ല എന്താക്കിയ ഉഹദ് യുദ്ധത്തിൽ വിണ്ണായ ചൊന്തല്ല ഞങ്ങൾ വന്ന മാത്ര എന്തൊരു ഫായിദ ഇತ್ತು ഞങ്ങൾക്ക് ഞങ്ങളെ മെയിൻ ഉദ്ദേശം എന്തിറೈತಿಂತ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൊല്ലണു സഹാബിരങ്ങളെ എണ്ണപ്പെട്ട പ്രധാനപ്പെട്ട സഹാബിരങ്ങളെല്ലാം കൊല്ലണു അതേപോലെ മദീന നിവാസിമാരുടെ നാശാക്കണു. ബട്ട് ഇതൊന്നും സംഭവിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്, സഹാബിരങ്ങൾ ഉള്ളാറ്, മദീന ഞങ്ങൾ നാശാക്കി ಬಂತಿಲ್ಲ. അപ്പം ഞങ്ങൾ ഇങ്ങനെ സീത അതെന്തുമില്ലാണ്ട് കാലൊരു വിണ്ണായ ചൊന്തു ബണ്ടതിലൊന്നും കാര്യമില്ല ഞങ്ങൾ റിട്ടേൺ പോയി ചൊന്തു കുറേ ആൾമാർ അഭിപ്രായപ്പെട്ട കാരണത്തിൽ അബൂ സുഫിയാനും അങ്ങ കുറേ മുശ്രിക്കർ അങ്ങ് എന്താക്കിയാറ് റിട്ടേൺ പാടെ മദീനത്തെ ഉൽഗനുണ്ടിട്ടു ഓരോ മുസ്ലിമർ ഔത്തുക്ക് പോയിട്ട് എല്ലാവരും നാശാക്കുള്ള തീർമാനത്തിലേറ്റിക്കറ് അങ്ങെന്താക്കറ് റിട്ടേൺ മദീനത്തേക്ക് ബണ്ടി. ഈ വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടിക്കറ് പിത്യാണ്ടെ സഹാബിരങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ಏನൊരു യുദ്ധത്തിന് നിങ്ങൾ റെഡി ആവണം ചൊന്തു സഹാബിരങ്ങളൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും. അത് ആ സഹാബി എല്ലാ ഉഹദ് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കി എല്ലാവരും അതിലെന്തായാറ് റെഡി ആയാറ്. അതിൽ ഒരു സഹാബി ചൊല്ലു നോക്കൂ ഷഹീദ് ഉഹ്ദൻ അന വ അഖുല്ലി ഫറജഅന ജരീഹൈനി നാനും നന്റെ സഹോദര ഉഹദ് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയാറ് അങ്ങനെ ഞങ്ങൾ റിട്ടേൺ പണ്ട് എങ്ങനെ ചൊന്നെങ്കിൽ ഫറജഅന ജരീഹൈനി നല്ല ഗായായിട്ട് എത്തിക്കറ് ഞങ്ങൾ എന്തായാലേ റിട്ടേൺ മദീനത്തേക്ക് ബന്നരെ. അങ്ങനെ ഫലമ്മ അദ്ദന മുഅദ്ദിനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിളിച്ചു ചൊല്ലുற ഒരാള് അനൗൺസ് ആക്കിற ഒരാള് അതാറ് ബിലാൽ റളിയല്ലാഹു അൻഹു ആയിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു അനൗൺസ് ആക്കിത്ത് എന്തിനാ അനൗൺസ് ആക്കിത്ത് ബിൽ ഖുറൂജി ഫി തലബിൽ അദുവി ശത്രുമാരെ എനൊർക്ക നേരിടുക വേണ്ടിയിട്ട് എല്ലാവരും പർത്താവണ് ചൊന്തു ബിലാൽ റളിയല്ലാഹു അൻഹു അനൗൺസ് ആക്കിത്ത്. ആ സന്ദർഭത്തിൽ ആ സഹാബി ചൊല്റേ ഞങ്ങൾ ജണ്ടാലും റെഡിയായ ഞങ്ങളെ ഗായ ഇന്ന് ഔടെಗೆ
ഞങ്ങൾ ജണ്ടാലും നാനും എൻ്റെ സഹോദരം ജണ്ടാലും റെഡിയായ ഞങ്ങളുടെ കയ്യിൽ വാഹനം ഇല്ലാത്ത പോണുക വാഹനം ഇല്ലാത്ത ആയെങ്കും ഞങ്ങൾ നടന്നിട്ടേ തിക്കറ് പോയി അതിൽ നക്ക് തെല്ല് ಗಾಯ ಕೊರುಡಿಂತು ನನ್ನ ಸಹೋದರಗೆ ತೆಲ್ಲು ಗಾಯ ಯಾರಿಂತು ಅವನಿಗೆ ಯಾರ ಕಷ್ಟ ಮತ್ತು ನಾನು ಅವನು ಉದ್ದಾಕಿಟ್ಟೆಂದಾಕಿ ಇನ್ನ ಆ ಯುದ್ಧಕ್ಕೆ ಬೇನಿಟ್ಟು ನಂಗೆ പോയിരാ ചൊന്ത തിക്കറ സഹാബി അവിടെ നമുക്ക് ചൊല്ലത് കാണ്ടേ അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം ചൊല്ലത് ഇതൊരു ഭയങ്കര വലിയ ഒരു ത്യാഗ ഇട്ടിക്കറ് സഹാബിരങ്ങളെ ഒരു വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുകയില്ല ഞങ്ങൾക്കൊരു മാതരി ഇട്ടിക്കറ് എല്ലാ ഓരോ മുസ്ലിമീങ്ങൾക്കും ഒരു ആവേശം ഇട്ടിക്കറ് ഇത് അല്ലേ ഒരു അള്ളാഹുര മാർഗത്തിൽ ജിഹാദാക്കിയിട്ട് ഗായല്ല ഇന്തും ആ ഒരു ബച്ചലല്ല ഇന്തും പാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽച്ചപ്പ വലൈക്കും സലാം വാപ്പാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽച്ചപ്പ സമിഅനാ വ അത്അനാ ഞങ്ങൾ കേട്ട ഞങ്ങൾ അനുസരിച്ച അതേ ടിക്കറ് സഹാബിരങ്ങളെ ജീവനത്തെ എവിടെ നോക്കിയെങ്കും ഞങ്ങൾക്ക് അതേ ടിക്കറ് കാണാൻ സാധ്യം സമിഅനാ വ അസൈന ഞങ്ങൾ കേട്ട ഞങ്ങൾ ധിക്കരിച്ച അത് യഹൂദിമാർ ചൊന്നു ഇന്ന് പൽക്ക ഞങ്ങൾ കേട്ട ഞങ്ങൾ ധിക്കരിച്ച ഞങ്ങൾക്കത് വേണ്ട ചൊന്തു ധിക്കരിക്കുന്ന സ്വഭാവ യഹൂദിമാർഗേറ്റി നിന്നെ മാത്ര സഹാബിരങ്ങ ഖാലു സമിഅനാ വ അത്അനാ അതേ ടിക്കറ് മുഅ്മിനുമാരുടെ സ്വഭാവ ആവണായ ചൊന്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലും ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ റുസുലിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി വ ഖാലു സമിഅനാ വ അത്അനാ അങ്ങ് ചൊല്றாரு സമിഅനാ ഞങ്ങൾ കേട്ട വ അത്അനാ ഞങ്ങൾ അനുസരിച്ച അതേ ടിക്കറ് മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ സ്വഭാവം ഒരു ഹദീസ് കണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നതും അത് ഗ്യാരണ്ടി ആയെങ്കിൽ പിന്നെ ഒരു പരിശോധന അല്ല ഇന്ത്യ കൊറിയാളെന്തേ ഒരു ഹദീസ് കിട്ടിയെങ്കിൽ അത് ലബോറട്ടറിയിൽ പരിശോധിച്ചിട്ട് അതിൽ പിന്നെ എടുക്കണവല്ല വലിയ വലിയ സമ്മേളനത്തിൽ ടിക്കറ് ചൊല്ലറി ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നി ഈപ്പ ഒരാളെ തന്നിക്ക് ബൂന്തുണ്ടായെങ്കിൽ അത് എനോർക്ക മുക്കിട്ട് എടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് കുടിക്കാനുണ്ടായി ടിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ആ ഹദീസ് വെച്ചിട്ട് ഒരാൾ ചൊന്നതെതിരെ വലിയ അറിയപ്പെട്ട അങ്ങനെ കൂട്ടത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിത അയാൾ ചൊല്ലറേ ഇത് ലബോറട്ടറിയിൽ പരിശോധിക്കണ ഇത് ടിക്കറ് അങ്ങനത്തെ ഒരു ഗത്തികേട് കേട്ടിക്കറ് ഇന്ത് സമൂഹ പോയോണ്ടില്ലേ അപ്പൊ ഞങ്ങൾക്ക് ആക്കൂല എന്തൊരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് സ്വഹിയായിട്ട് ബന്തുണ്ടായെങ്കിൽ അത് പിന്നെ ഞങ്ങളെ തലയിൽ ഉൾക്കൊള്ളാണ്ടിക്കട്ട് സ്വഹിയ നാനത് അംഗീകരിക്കിற നാനത് അനുസരിച്ച അതേ ടിക്കറ് മുഅ്മിനുമാരുടെ സ്വഭാവത്തിൽ ഉണ്ടാവണായ ചൊന്തു ഞങ്ങൾക്ക് ഈ ഒരു ഹദീസ് ഈ ഒരു ചരിത്ര വലിയ ഒരു പാട്ടായിട്ട് ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നു അത് അങ്ങനെ പ്രശംസിച്ചിട്ടേറ്റിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂൻ 172 ആയത്തിൽ ചൊല്ലറി അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലற നോക്കൂ അല്ലദീന ഇസ്തജാബു ലില്ലാഹി വർ റസൂലി അല്ലാഹുവും റസൂലുവും ആൻസർ ആക്കിയങ്ങ മിൻ ബഅദി മാ അസാബഹുൽ ഖർഹ് അതെ ഗായ ഇന്തും ഗായ സ്വന്ത തടിയിൽ ഗായ ഇന്തും എല്ലാം ദുഃഖം പ്രയാസല്ല ബാധിച്ചിട്ടും പിന്നും അല്ലാഹും റസൂലും വിളിച്ചപ്പ ആ അല്ലാഹുവും റസൂലുവും ആൻസർ ആക്കിയങ്ങ അങ്ങ് എത്ര പ്രശംസനീയമായിട്ടുള്ള അങ്ങ് ചൊന്ത തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു അത് ഇങ്ങനെ വിഷയത്തിലേക്ക് ഉഹുദ് യുദ്ധയിൽ പിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഞങ്ങൾ ആയുധം പിടിച്ചോണ്ടേ അങ്ങ് വന്നോള്ളാറ് ചൊന്തു വിളിച്ചപ്പ ഒരു തെല്ലും പെറുജാറാണ്ട് എല്ലാവരും റെഡിയായി പോയാർ ലില്ലദീന അഹ്സനു മിൻഹും അങ്ങനെ കൂട്ടത്തില് നല്ല ഇഹ്സാനാക്കിയങ്ങ വത്തഖൗ അല്ലാഹുവരെ പേടിച്ചങ്ങ അജ്റുൻ അദീം അങ്ക് മഹത്തായ പ്രതിഫലം ഉണ്ട് ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചൊല്ലறது കാണും അല്ലേ ഈ ആയത്ത് ഓർക്ക ആയിഷ റളിയല്ലാഹു അൻഹ ഓതിയപ്പ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉർവത്ത് ഇബ്നു സുബൈർ ആര് അസ്മാ റളിയല്ലാഹു ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹയെ മോണൈത്തിക്കറ് ഉർവത്ത് ഇബ്നു സുബൈർ അതായത് സുബൈർ ഇബ്നുൽ അവ്വാം സുബൈർ ഇബ്നുൽ അവ്വാം എന്താവണപ്പ ആയിഷ റളിയല്ലാഹു അൻഹക്ക് അലിയാക്ക അല്ലേ സഹോദരരെ മാപ്പിള അപ്പൊ സുബൈർ ഇബ്നുൽ അവ്വാമരെ മോണൈത്തിക്കറാറ് ഉർവത്ത് ഇബ്നു സുബൈർ അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹയോട് ചൊല്ലറേ ഈ ആയത്ത് ഓതിയൽ പിന്നെ ഈ ആയത്തില് നിന്റെ ജണ്ടബ്ബമാറും ഇന്നാറ് നിന്റെ ജണ്ടബ്ബമാറും ഇന്നാറ് അതായത് സുബൈർ റളിയല്ലാഹു അൻഹു പിന്നെ അസ്മാ റളിയല്ലാഹു അൻഹയുടെ അബ്ബാറ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്റെ ജണ്ടബ്ബമാറും ഈ ആയത്തിലുള്ളാറ് ചൊന്തേറ്റിക്കറ് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലറ് അപ്പൊ ഇങ്ങനെ സഹാബിമാറ് ജണ്ടാമത്തതൊന്ന് ആൽച്ചനാക്കണ്ടേ അങ്ങെന്തായാറ് പിറ്റാണ്ട് ഞാറാസറണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൻസർ ആക്കിയിട്ട് അങ്ങ
പോയാർ. അങ്ങനെ മുസ്ലിമീങ്ങ മദീനത്തെ 8 മൈൽ ദൂരവുള്ളേ ഹംറാ ഉൽ അസദ് ചൊല്ലെ ജാഗെയിട്ട് കണ്ട് പോണ്ടി. അങ്ങനെ അവിടെ പോയിട്ട് അങ്ങനെ എന്താക്കിയാർ, അവിടെ തോൽ പോയിട്ട് അവിടെ ടെൻറ്റ് ഇട്ട് തെച്ചാറ്. ശത്രുമാർ ബണ്ടത് കാത്തോ ഇന്നാർ. അബൂ സുഫിയാനും മുശ്രിക്കുമാർ ബണ്ടാറിട്ട് വിഷയിക്കിട്ടിട്ട് അങ്ങവിടെ ഹംറാ ഉൽ അസദിൽ ടെൻറ്റ് ഇട്ടിട്ട് എന്താക്കിയാറ്, ദച്ചിട്ട് കാത്താർ. അപ്പൊ ഇത് നോക്കൊരു മുസ്ലിമീങ്ങൾ ഒരു ധൈര്യം നോക്കൊറല്ലേ. ബാക്കി അബൂ സുഫിയാനും ശത്രുമാരെಲ್ಲ ಬಿಯರ್ಚಿರಂದ್ರೆ അങ്ങനെ എന്തായിട്ട് ಎಲ್ಲ ಬಚ್ಚಿಟ್ಟು ಎಲ್ಲ ಪೊಯ್ಯಾರ. ಅಂಗಲ್ದೆಲ್ಲ ಕುಗ್ಗಿರಿ ಚೊಂತೈತಿಕ್ರಂಗ ಮಾತ್ರ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ ആ ഒരു ആവശ്യം തീന്തില്ല, ഞങ്ങളെ ആ ഒരു ധൈര്യ അത് ഒർക്കും ഇല്ലാണ്ടായിട്ടില്ല ചൊന്തു കാട്ടി കൊടുക്കുകയായിട്ടിക്കര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പാടം എന്താക്കര്, ഹംറാ ഉൽ അസദ് തോൽ പോയിട്ട് ആ ശത്രുമാരെ കാത്തു ദൈക്കര്. അങ്ങനെ കാത്തു ദൈക്കിற സന്ദർഭത്തിലേറ്റിക്കര് ഹുസാ ഗോത്രത്തെ ഒരാൾ ആറ് മഅബദ് ഇബ്നു അബി മഅബദ് അയാളുടെ സംഘമായിട്ട് അയാൾ ഇങ്ങനെ ആ തെരുളിങ്ങനെ പണ്ട്. അപ്പൊ ആ തെരുള് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടു. കുറെ ഉലമാക്കന്മാർ ചൊല്ലാറ് മഅബദ് ഇബ്നു അബി മഅബദ് അയാള് മനസ്സുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ആളുണ്ട്. കുറെ ഉലമാക്കന്മാർ ചൊല്ലാറ് അതല്ല, അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല മാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാറ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടിട്ടും അങ്ങനെ അഭിപ്രായമുണ്ട്. ഏതായെങ്കിലും ഈ മഅബദ് ഇബ്നു അബി മഅബദ് വന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടിയപ്പോ നബിരൊട്ടിಗೆ ചൊന്തു, നബിയെ നിങ്ങൾക്ക് ഉഹുദ് യുദ്ധത്തിൽ സംഭവിച്ചതായ മുസീബത്ത് ഞങ്ങൾ അറിഞ്ഞിറ, ഞങ്ങൾക്ക് പിടിയിട്ട് അങ്ങനെ ഇസബുലു അങ്ങനെ കൊറിയ ആശ്വാസ അങ്ങനെ ഇസബുലു നിങ്ങ ಬೇಜಾರಾಕಂಡ ಕೊರಿಯ ಚೊಂತ ಎಲ್ಲಂದಾಕ್ರಿ ಕೊರಿಯ ಆಶ್ವಾಸ ವಿಷಯ ಎಲ್ಲ ಚೊಲ್ರು. അങ്ങനെ ഈ മഅബദ് ഇബ്നു അബി മഅബദ് എന്താക്കിത്ത് പോയിത്താമ്പത്തുകു മദീനത്തെ 36 മൈൽ ദൂരുള്ളേ ഹൗറ ചൊല്ല ജാഗല് അബൂ സുഫിയാൻ ഇയാൾ എന്താക്കിത്ത് കണ്ടുമുട്ടിത്ത്. അബൂ സുഫിയാനക്ക് പിടിയില്ല, ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സപ്പോർട്ട് ആക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇയാൾ മനസ്സുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് ചൊല്ലത് അബൂ സുഫിയാനക്ക് പിടിയില്ല. അങ്ങനെ അബൂ സുഫിയാൻ മഅബദ് ഇബ്നു അബി മഅബദിനെ കണ്ടപ്പമേ കേട്ടിട്ട്, നീ എഞ്ഞത്തെ വണ്ടി ഏത് ജാഗര വണ്ടി, നാ മദീനത്തെ വണ്ടി വന്നു. അപ്പൊ മുഹമ്മദിനെ വിഷയം നബിരങ്ങളെ വിഷയം കേട്ടപ്പ ഇയാൾ എന്താക്കിത്തിൽ യാരുമേ പേടി പാട്ടിട്ട് ചൊന്തു, നിങ്ങ വിയർച്ച പോലത്തെ ആളെന്തോ അല്ലങ്ങ അങ്ങിപ്പ ഉഹുദ് യുദ്ധത്തിൽ വന്ന് ആൾമാരെ പിടിച്ച വന്നതിനെ കാണാൻ ഡബിൾ ആൾമാർ ഇട്ടിക്കറാർ ഇപ്പൊ അങ്ങോട്ടേക്ക് ഉള്ളി നിങ്ങക്ക് റിട്ടേൺ പോണ്ടതേ ഇട്ടിക്കർ ഹൈറ് ചൊന്തല്ല എന്താക്കി അബൂ സുഫിയാൻ അയാൾ പേടി പാട്ടിತ್ತು. അങ്ങനെ അബൂ സുഫിയാൻ ചൊന്തു, ഞങ്ങ അങ്ങലേമേ അറ്റാക്കാക്ക് പോയി ഉണ്ടുല്ലേ, മദീനത്തേക്ക് ഞങ്ങൾ പോയി ഉണ്ടുല്ലേ. അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് തിരിച്ചു പോണ്ടത് ഇട്ടിക്കർ ഹൈറ്, നിങ്ങൾ മീത്തി വാപ്പാസ് പോയാറുണ്ടായെങ്കിൽ നിങ്ങളതിൽ ഒരാളും തിരിച്ചു വരാല. അങ്ങനത്തെ അത്ര ശക്തമായിട്ടുള്ള ഒരു സൈന്യ ഇട്ടിക്കരിപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ ഉല്ലേ ചൊന്ത അയാൾ ചൊന്തു. അങ്ങനെ അയാൾ ചൊന്ത അത് പോയി അയാൾ ഔട്ടർ പോയിത്ത്. അപ്പൊ അബൂ സുഫിയാനിಗೆ എന്തായിತ್ತು, ഇത് മനസ്സിൽ ഒരു പേടി തെച്ചിತ್ತು. അങ്ങനെ ഇട്ടിക്കർ പിന്നെ അബൂ സുഫിയാനും മുഷ്രിക്കറങ്ങ അവിടെ ഇനി ഞങ്ങൾ അവിടെ പോയെങ്കിൽ ആവല ചൊന്ത അങ്ങനെ എന്താക്കാറ് ഔഡ്രമേ റിട്ടേൺ മക്കത്തേക്ക് പോണ്ടാറ്. അങ്ങനെ റിട്ടേൺ മക്കത്തേക്ക് പോകേണ്ട തെരുളു ഒരാൾ കിട്ടു, അബ്ദുൽ ഖൈസ് ഗോത്രത്തെ ഒരാൾ, അബ്ദുൽ ഖൈസ് ഗോത്രത്തങ്ങ അങ്ങ കച്ചവടത്തുകയിട്ട് പോണ്ടേ എവിടേക്ക് മദീനത്തെ ഭാഗത്ത് ഷാമറ ഭാഗത്ത് അങ്ങ് പോണ്ടേ. അപ്പൊ അബൂ സുഫിയാൻ കിട്ടിയപ്പ കേക്കറ്, നിങ്ങ എവിടെ പോണ്ടേ, ഞങ്ങ കച്ചവടത്തുക ഇന്ന ജാഗയെ പോണ്ടേ. അപ്പൊ അബൂ സുഫിയാൻ എന്താക്കറ്, ഈ അബി മഅബദ് ആക്കി അതേ സ്വറ ആക്കുകയിട്ട് ചൊല്ലു, നബിമാരെ കിട്ടിയ നിനക്ക് മുഹമ്മദിനെ കിട്ടിയണ്ടായെങ്കിൽ നീ എന്താക്ക് ഞങ്ങളെ വിഷയത്തിൽ അങ്ങനെ പേടി പാട്ടിവിടും. നീನು റിട്ടേൺ മക്കത്തേക്ക് വന്നിട്ടായെങ്കിൽ ഉക്കാല മാർക്കറ്റിൽ നാനിക്ക് ഇന്ന ഓഫർ തണ്ട അല്ലെങ്കിൽ ഇത്ര എന്തൊരു മുന്തിരിങ്ങ വണക്ക് മുന്തിരിങ്ങ അതേപോലെ ഇത്ര ബാർലി ತಂಡ ಅಂತೆಲ್ಲ ಚೊಂತು ಗಿಫ್ಟ್ ತಂಡ ಚೊಂತು ಅಬೂ ಸುಫಿಯಾನ್ ಚೊಂತು ನೀ ಎಂದಾಕಣು നബിരും സഹാബിരങ്ങളെ അവിടെ പോയിട്ട് എന്താക്കണു പേടി പാട്ടണു ഞങ്ങളെ വിഷയത്തിൽ ഞങ്ങൾ വന്നോല്ല ഞങ്ങൾ നിങ്ങൾ ഇതാക്കിയുള്ള ചൊന്തു നീ ഞങ്ങളെ പേടി പാട്ടണു ചൊന്തു ഇയാൾ എന്താക്കി അബൂ സുഫിയാൻ അബ്ദുൽ ഖൈസ് ഗോത്രത്തങ്ങളൊട്ടിക്ക് ചൊന്തു. അപ്പൊ അങ്ങനെ ചൊന്നാർ ഓക്കെ ഞങ്ങൾക്ക് അത്ര വലിയ ഓഫർ കിട്ടുന്നുണ്ടായെങ്കിൽ ഞങ്ങൾ ഓക്കെ ഞങ്ങൾ അത്ര മെസ്സേജ് കൊടുത്തേ അമ്മയ്യല്ലേ പേടി പാട്ടി അമ്മയ്യല്ലേ പേടി പാട്ടി അമ്മയോ. അങ്ങനെ ഇത്തിക്കര് അബ്ദുൽ ഖൈസ് എന്താക്കര് ഇയാൾ ചെയ്ത പണ്ട് ഇവിടെ ഹംറാ ഉൽ അസദ് ചൊല്ലി ജാഗ്യം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങളെ കണ്ടുമുട്ടു. അങ്ങനെ ഇയാൾ എന്താക്കര് അബൂ സുഫിയാൻ ചൊന്ന പോലെമേ മക്ക മുശ്രിക്കങ്ങ വാരി ഡേഞ്ചർ അങ്ങ
ഭയങ്കര വലിയ സൈന്യം എടുത്തോണ്ട് നിങ്ങളിപ്പോൾ മദീനത്ത് ബണ്ടാറ്, നിങ്ങളെല്ലാവരും ഇപ്പോൾ കൊല്ലുറാറ്, അങ്ങനെ ഇങ്ങനെ ಅಂತೆಲ್ಲ ചൊന്തു അയാൾ എന്താക്കിത്ത് പേടിപാട്ടി. ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ബായിൽ ಬಂದ ಪಲ್ಕ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹുമയവനക്ക് ಅವನೈತಿಕ್ಕರ ಬರಮೇಲ್ಪಿಕ್ಕರಂಗಳ കൂട്ടത്തിൽ ഖൈറായവನು. സഹാബിരങ്ങളെല്ലാവരും ഒട്ടിಗೆ ചൊന്നാർ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. നങ്ങൾക്ക് ഞങ്ങൾ റബ്ബുള്ള ആ റബ്ബുടെ മേലെ ഞങ്ങ തവക്കുലാക്കറ ചൊല്ലില്ലേ. ആ ഒരു പൽക്ക നബിയും സഹാബിരങ്ങ അവിടെ എന്താക്കറാറ് ചൊല്றார். അതേറ്റിക്കർ അല്ലാഹു സൂറത്ത് ആൽ ഇംറാൻ ನಾನು ಪಡಚೊಂದ ಆಯತ್ತರ ಬಾಕಿ ಭಾಗത്തിൽ ಅಲ್ಲಾಹು ಚೊಲ್ರು ಅಂದ್ರೆ ಅಲ್ಲದೀನ ಕಾಲ ಲಹುಮುನ್ ನಾಸು, ಮನುಷ್ಯന്മാർ ಬಂದಾರ್ അങ്ങ് ചൊന്നാർ ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ഇതാ ആൾമാരല്ല നിങ്ങളെതുർലു ഒട്ടിಗೆ ഇടാറ്, നിങ്ങൾ അറ്റാക്കാക്കോ വന്നവുള്ളാർ. ഫഖ്ഷൗഹും അങ്ങനെ പേടിപാട്ടിയാർ. ആരുടെ? മുഅ്മിനീങ്ങളെ പേടിപാട്ടിയാർ. ആ മുഅ്മിനീങ്ങളെ പേടിപാട്ടിയപ്പം മുഅ്മിനും ഇങ്ങക്ക് എന്തായേ? ഫസാദഹും ഈമാന, അങ്ങനെ ഈമാൻ യാറായി. അങ്ങനെ ഈമാൻ കുറഞ്ഞല്ല, അങ്ങ് പേടിച്ച് പുക്കലമാറായല്ല. ഫസാദഹും ഈമാന, അങ്ങനെ ഈമാൻ യാറായിട്ട്. അങ്ങനെ ഫഖാലു അങ്ങ് ചൊന്നാർ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബുമയോ ಅವನೈತಿಕ್ರ ಬರಮೇಲ್ಪಿಕ್ಕರಗಳ ಕೂಟത്തിൽ ಅಲ್ಲಾಹ್ ಖೈರಾಯವನು ಚೊಂತು ಆ ಮುഅ್ಮಿನುಮಾರು ಚೊನ್ನಾರು ಚೊಂತ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆല സൂറത്തു ആൽ ഇംറാൻ മൂന്നാമത്തെ സൂറത്തിൽ 173 ആയത്തിൽ ചൊല്ലെ ആ ഭാഗ അത് ഈ സംഭവമായിട്ട് ചൊല്ലത് നമുക്ക് മനസ്സിലാക്കുക സാധ്യം. ಅದರೊಟ್ಟಿಗೆ ಇಬ್ನ್ ಅಬ್ಬಾಸ್ റളിയല്ലാഹു അൻഹു ഒരു പൽക്ക നങ്ങ മനസ്സിലാക്കാനായത്. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലെ ചരിത്രത്തിൽ രണ്ട് നബിമാരൈത്തിക്രാറ് ഈ ഒരു ಎಂದರೆ ಸೆಂಟೆನ್ಸ್, ಈ ಒಂದು ಪಲ್ಕ ಚೊಂದ್ರೆ. ಒಂದು ಇಬ್ರಾಹಿಂ ನಬಿ ಅಲೈಹಿ ಸಲಾತು ವಸ್ಸಲಾಂ. ಇಬ್ರಾಹಿಂ ಕಾಲಹ ಇಬ್ರಾಹಿಂ ಅಲೈಹಿ ಸಲಾಂ ಹೀನ ಉಲ್ಕಿಯ ಫಿನ್ನಾರ್. ಇಬ್ರಾಹಿಂ ನಬಿ ಅಲೈಹಿ ಸಲಾತು ವಸ್ಸಲಾಂ ತೀರೆ ಗುಲಿಗೆ ಬಲ್ಚೆರಿಯಪಟ್ಟಪ್ಪ ಇಬ್ರಾಹಿಂ ನಬಿ ಚೊಂದ ಪಲ್ಕ ಇಟ್ಟಿಕ್ರ ಹಸ್ಬಿ ಅಲ್ಲಾಹು ವನಿಅಮಲ್ ವಕೀಲ್, നക്ക് നമ്മുടെ റബ്ബുമയോ നക്ക് നാൾ അല്ലാഹുമയോ. അതേപോലെ വഖാലഹ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖാലു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ഷൗഹും. അതാ ആൾമാരല്ല നിങ്ങളെതുള്ളു കൂടിറാറ്, നിങ്ങൾ അറ്റാക്കാക്കോ ബണ്ടാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചൊന്നപ്പ നബിയും ചൊന്ന പൽക്ക അതൈറ്റിക്കർ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ചൊല്റെ. ആ ഒരു പൽക്ക ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നറ്. അപ്പൊ ಇದೆಲ್ಲ മുസ്ലിമീങ്ങ ഒരു വലിയ പാട്ടൈത്തിക്കർ അല്ലേ. ഏതൊരു ശത്രുമാർ എന്തൊരു പേടിപാട്ടിങ്, ആറ് എന്തൊരു പേടിപാട്ടിങ് മുഅ്മിനുമാർക്ക് എന്താക്കുകില്ല, ഒരു പേടിയും പേടിക്കുകയില്ല. അള്ളാഹുര മേലുള്ളേ ആ ഒരു ഭയങ്കരമായ തവക്കുൽ വേണു ചൊല്ലതുകൊള്ളേ വലിയൊരു പാട്ടൈത്തിക്കർ. ഒന്നാമത്തേത് ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളേ, ശത്രുമാർ എതിർലു ഞങ്ങൾ ബച്ചി തിന്നെങ്കും ഞങ്ങളെ ബച്ചലാവട്ടു അല്ലെങ്കിൽ ഞങ്ങളെ പേടിയാവട്ടു ഞങ്ങൾ കാട്ടുകു തീര പ്രകಟಾಕುವು ತೀರ ചൊല്ലവരു ആ ഒരു പാട്ട ഞങ്ങൾക്ക് ഇതിൽ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ ഗായായിട്ടും പച്ചി തിന്തും ആ ശത്രുമാരെ നേരിടുകയായിട്ട് അങ്ങ് റെഡിയായിട്ട് വന്നത്, അങ്ങനെ ആ ഒരു ധൈര്യത്തെ ഞങ്ങൾക്ക് ഇതിൽ കാണും സാധ്യത. രണ്ടാമത്തേത് ശത്രുമാർ പേടിപാട്ടെങ്കിൽ ഞങ്ങൾക്ക് ചൊല്ലുകൊള്ള പൽക്കെന്തരെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ അല്ലേ. അള്ളാഹു ഞങ്ങൾക്കുള്ള, അള്ളാഹു ഇക്കുമ്പത്ത് ഞങ്ങൾ ആരും പേടിക്കില്ല. CM മടവൂറുള്ള ഉണ്ടല്ല അല്ലേ, മൊയ്തീൻ ഷെയ്ഖ് ഉണ്ടുണ്ടല്ല അല്ല, ഇന്ന ഔലിയ ഉണ്ടുണ്ടല്ല, ഇന്നേ ഹോജ ഇന്ന ഷെയ്ഖ് ഞങ്ങൾക്കുണ്ടു അങ്ങനെ ഞങ്ങളെ ബച്ചവാക്കിടാറ് അല്ല. ഞങ്ങൾക്ക് ചൊല്ലുകൊല്ലേ അള്ളാഹു ഉള്ള അള്ളാഹുവിന്റെ മേൽ ഞങ്ങൾ തവക്കുലാക്കിറ. ഇണ്ട് മുസ്ലിം സമുദായത്തെ കുറേ ഉസ്താദുമാർ പടിപാടി കൊടുക്കറെന്തരെ ആൾമാർക്ക് നിങ്ങളെ കൺട്രോൾ ആക്കിറോണ് CM മടവൂറു. അതേപോലെ നിങ്ങൾ തവക്കുലാക്കിയ നിങ്ങൾ ഇന്നിന്നാല് മുറീദായെങ്കിൽ നിങ്ങൾ നരകത്തേക്ക് പോണ്ടില്ല, അങ്ങനെ മേൽ നിങ്ങൾ എന്താക്കൊരു ബരമേൽപ്പിക്കോರು ഇങ്ങനെയുള്ള ചൊന്ത് പടിപാട്ടിറങ്ങൾട്ടിയ ಅಂಕುಲ್ ಬೆಲ್ಲೆ ಪಾಠ ಐತಿಕ್ಕರ್ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚರಿತ್ರೆ ഞങ്ങൾ ಇದಕ್ಕೂ മുന്നോളം ചൊല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന ചരിത്രത്തെ എവിടെ ഞങ്ങൾ പരിശോധിച്ചു നോക്കിയെങ്കിൽ ഏതെങ്കിലും ഒരു ഔലിയരെ മേൽ തവക്കുലാക്കുക, ഏതെങ്കിലും ഒരു ഔലിയരെ കാട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മുതൽ കഴിഞ്ഞു പോയ നബിമാരുടെ മേൽ നബിമാരുടെ മേൽ അങ്ങനെ ഒരു വിളിച്ച് ദ്വാർക്കര ഒരു അവസ്ഥമാ, ഇതെന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവന ചരിത്രത്തിൽ ഞങ്ങൾക്ക് കാണില്ല. നബിയുടെ ജീവന ചരിത്രത്തിൽ കാണ്ടമേ അള്ളാഹുരെ പരിചയപ്പെടുത്തരെ, അള്ളാഹുരെ മേൽ തവക്കുലാക്കരെ, അള്ളാഹുക്ക് നേർച്ച ബേക്കരെ, അള്ളാഹുരോട് ദ്വാർക്കരെ, അള്ളാഹുരെ മേൽ എല്ലാം അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം മാത്രമേ ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യത.
അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്രതിസന്ധി സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നരെന്തേ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ അല്ലേ. അത് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആൽ ഇംറാന്റെ 3-ാമത്തെ സൂറത്തിൽ 175-ാമത്തെ ആയത്തിലും ചൊല്ലറ ഇന്നമാ ദാലികുമുശ് ശൈത്താൻ, അത് ശൈത്താനെ തിക്റ് യുഖവ്വിഫു ഔലിയാ, ശൈത്താന്റെ കൂട്ടുകാരന്മാർ ഈ തിക്റാർ നിങ്ങളെ പേടിപാട്ടിയവുല്ലേ. അങ്ങനെ സബുൽ ഫലാ തഖാഫൂഹും വഖാഫൂനി, അങ്ങനെ നിങ്ങൾ പേടിക്കൊന്നുണ്ടില്ല. വഖാഫൂനി, നന്റെ നിങ്ങൾ പേടിക്കോറു അല്ലേ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുമാറുണ്ടായെങ്കിൽ. അപ്പൊ അല്ലാഹുവരെ പേടിക്കണു ചൊല്ലേ ആ ഒരു വിഷയത്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട്ട്. അപ്പൊ ഇതേ ടിക്കർ അവസ്ഥ അബ്ദുൽ ഖൈസർ ഗോത്രത്തങ്ങ നബിമാരെ വിട്ട് വന്നാർ ഇങ്ങനെ ഉള്ളാറ് ഇത്ര ആൾമാർ ഉള്ളാറ് പേടിപാട്ടിയപ്പ നബിയും സാഹിബിരങ്ങ അങ്ങനെ ഈമാനിയാറായിട്ട് അങ്ങ് അള്ളാഹുവിന്റെ മേൽ തവക്കലാക്കിയാറുണ്ട്. ഈ തിക്കറ് നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹംറാ ഉൽ അസദിൽ 3-4 അവിടെ ശത്രുമാരെ കാത്തോ തെച്ചിത്ത് 3-4 തോൽ തെച്ചിത്ത് അങ്ങനെ 3-4 അങ്ങ് ബണ്ടില്ലാണ്ടാവും. അതായത് ഞായറാഴ്ച വന്നങ്ങ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച അങ്ങനെ ബുധനാഴ്ചയിൽ പിന്നെ ഐറ്റിക്കറ് അങ്ങെന്താക്ക് റിട്ടേണ് മദീനത്തേക്ക് മടങ്ങി വണ്ടി. അപ്പൊ ഇത് എന്തായിട്ട് അവിടെ ശത്രുമാരെ കാത്തു തിരിച്ചാറ് മാത്ര ശത്രുമാർ ബറാത്ത് സബൽ അങ്ങെന്താക്കിയാറ് മടങ്ങി വന്നാറ്. മാത്രം അവിടെ ഒരു വിഷയമുണ്ട്. എന്താ വെച്ചെങ്കിൽ അബു ഉസ്സത്തുൽ ജുമഹി ചൊല്ലற ഒരാള് അബു ഉസ്സത്തുൽ ജുമഹി അയാളുടെ വിഷയം എന്തേ അയാൾ നബിമാർ മുസ്ലിമീങ്ങളെ കയ്യിൽ ബന്ദിയായിട്ട് കിട്ടിയ ഒരു മുഷ്രിക്കായ ആളായിട്ട് ഈ അബു ഉസ്സത്തുൽ ജുമഹി ഉഹദ് യുദ്ധത്തിൽ ബന്ദിയായിട്ട് മുസ്ലിമീങ്ങൾക്ക് കിട്ടിയ ഒരേ ഒരു ബന്ദി അതാണ് അബു ഉസ്സത്തുൽ ജുമഹി. ഇയാൾ ബദ്ർ യുദ്ധത്തിലും ബന്ദിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നബി മുസ്ലിമീങ്ങളെ കയ്യിൽ ബദ്ർ യുദ്ധത്തിലും ബന്ദിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബദ്ർ യുദ്ധത്തിൽ എന്തായിട്ട് ഫിദിയ കൊടുത്തിട്ട് എല്ലാവരും വിട്ടിട്ടല്ലേ. അപ്പൊ ഈ മനുഷ്യരെന്താക്കി എത്തിട്ടുണ്ടെങ്കിൽ ഫിദിയ കേട്ടപ്പ ഈ മനുഷ്യരൊന്നും നക്ക് പാവത്തോ ഞങ്ങളൊത്ത് എന്തുമില്ല അങ്ങനെ കഷ്ട അത് ഇതെല്ലാം ചൊന്നപ്പോ അയാളുടെ മേൽ ബേജാറായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ഓക്കെ നിക്ക് ഫിദിയ ഇല്ലാണ്ട് ഞാൻ നിന്റെ ഫ്രീ ആയിട്ട് ബുഡ്ര മാത്രമ ഒരു കണ്ടീഷൻ എന്തുണ്ട് എന്ದ್ರೆ ഒരു കണ്ടീഷൻ ഉണ്ട് എന്ത് ഇനി ഒർക്കും ഞങ്ങളെದುರು നീ ಯುದ್ಧಕ್ಕೆ ಬರುತ್ತೀರಾ ഇനി ഒർക്കും ഞങ്ങളെದುರು ನೀನು ಹೋರಾಡಗು ಬರುಗುತ್ತೀರಾ ಮುಶ್ರಿಕೀನ್ಗೆ ಸಪೋರ್ಟ್ ಆയിട്ട് ನೀನು ನಿಕ್ಕೋತೀರಾ ಚೊಂತು ആ ഒരു കണ്ടീഷനിലേക്ക് അയാൾ വിട്ടേ അയാൾ ഓക്കെ ആ ഉണ്ടല്ല ചൊന്തു നബിരോട്ടി കരാറ് കൊടുത്തിട്ടേക്ക് അയാൾ പോയിരേ. മാത്ര ഉഹുദ് യുദ്ധത്തെ സന്ദർഭം വന്നപ്പോ അബൂ സുഫിയാൻ കൊറിയ ഓഫർ എല്ലാം കൊടുത്തപ്പ ഇയാൾ നബിരോട്ടിക്ക് കൊടുത്ത കരാറ് മറന്നുപോയി. അങ്ങനെ മറന്നിട്ട് ഇയാൾ എന്താക്കിത്ത് ആ ലംഘിച്ചിട്ട് പാടെ ഉഹുദ് യുദ്ധത്തിലും ഇയാൾ എന്താക്കിത്ത് മുസ്ലിമീങ്ങളെതിരു പോരാടുകയിട്ട് വന്ന് അങ്ങനെ ആ മുശ്രിക്കീങ്ങളെ കൂട്ടത്തിൽ അതും ബന്ദിയായി കിട്ടിയമേ അയാൾ നോക്കൂറില്ല. അയാള് ബന്ദിയായിട്ട് കിട്ടി. അങ്ങനെ ബന്ദിയായിട്ട് കിട്ടിയപ്പോ അയാൾ എന്താക്കിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലുകയിട്ട് ചൊന്തു വധശിക്ഷ ഇട്ടിക്കർ അയാൾക്ക് കൊടുത്തേ. അപ്പൊ അപ്പം അയാൾ ചൊല്ലു ഞാൻ ಬಿಡೋರು ನಾ ಪಾವ അങ്ങനെ ഇങ്ങനെ ಅಂತ ചൊല്ലു. മാത്ര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു പൽക്ക ചൊല്ലു ಅಂದ್ರೆ ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹ്റിൻ മറത്തൈൻ, ഒരു മുഅ്മിനുക്ക് ഒരു പാമ്പിന്റെ പൊത്തിൽ നിന്ന് ജണ്ട് വട്ട പാമ്പ് കടിക്കില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തേ ഒർക്ക പാട്ട കിട്ടിയത് ഒർക്ക അവന്റെ വിട്ടു തയ്യറ് രണ്ടാമത്തെ വട്ടം അവൻ ബന്ധിരണ്ടായെങ്കിൽ പിന്നെ പാടും അവന്റെ വിട്ടിക്ക് എന്താവും പിന്നെ മൂന്നാമത്തെ വട്ടം അവൻ ബറുവ. അപ്പൊ ഒർക്ക ഒരു വിഷയത്തിൽ പാട്ട പഠിച്ചിട്ടുണ്ടായെങ്കിൽ പിന്നെ അത് എന്താക്കുകയില്ല രണ്ടാമത്തെ വട്ടം ಅದಕ್ಕೆ ഒരു ചാൻസ് തേടുകയില്ല. ഈ ഒരു പൽക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ ജവാമിഉൽ കലിം ഉണ്ടൈത്തേക്ക് ഉലമാക്ക മറിച്ചു. ഈ ഒരു പൽക്ക എല്ലാത്തും ഒരു മുഅ്മിന്റെ ജീവനത്തിൽ സൂട്ടാവുന്ന ഒരു പൽക്കൈത്തേക്ക് ഒരു പാമ്പിന്റെ പൊത്തിൽ നിന്ന് രണ്ട് വട്ട ഒരു മുഅ്മിനുക്ക് പാമ്പ് കൊത്തില്ല. ഒർക്ക ഒരു വിഷയത്തിൽ ഞങ്ങൾ പാട്ട് പഠിച്ചിട്ടുണ്ടായും പിന്നെ അത് പഠിക്കണം അത് വിഷയം ഞങ്ങൾ അറിയണം. പിന്നെ രണ്ടാമത്തെ വട്ട അതേ തപ്പാക്കോത്തീറ ഒരു തപ്പായിട്ട് പിന്നെ രണ്ടാമത്തെ വട്ടം അതേപോലെ ആക്കോത്തീറ. അതൊരു മുഅ്മിന്റെ സ്വഭാവം അല്ലാന്ന് ചൊന്തൈത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അങ്ങനെ ഈ ആളിൽ എന്താക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വധശിക്ഷയായിട്ട് വിധിച്ചിട്ട് അങ്ങനെ അയാളുടെ കൊന്നാറുണ്ടൈത്തിക്കറ് പിന്നെ നമുക്ക് കാണും. അപ്പൊ ഇതേ ടിക്കറ് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് 4-5 ക്ലാസ്സിൽ ഞങ്ങൾ വിശദീകരിച്ച് വിഷയ ഉഹദ് യുദ്ധ സംഭവിക്കുള്ള കാരണം എന്തേ അതേപോലെ അവിടെ എന്ത് സംഭവിച്ചിട്ട് ഉഹദ് യുദ്ധത്തിൽ പിന്നെ നടന്നത് വിഷയം എന്തേ അതേപോലെ ഉഹദ് യുദ്ധത്തിൽ മടങ്ങി വന്നതിൽ പിന്നെ ആ ഹംറാ ഉൽ അസദുമായിട്ടുള്ള സംഭവം എന്തേറ്റുള്ള ഞങ്ങൾ മനസ്സിലാക്കിയ അത് ഈ ഒരു വിഷയത്തിൽ
ഒരു പോയിന്റ് ഞങ്ങൾ മനസ്സിലാക്കൂലേ, പ്രത്യക്ഷമായിട്ട് കാണുമ്പോൾ മുസ്ലിമീങ്ങ സോത്യതായിട്ട് നമുക്ക് കാണ്ടെങ്കും യഥാർത്ഥത്തിൽ മുഷ്രിക്കീങ്ങ ബിയർച്ച പോലത്തെ വിജയൊന്നും മുഷ്രിക്കീങ്ങൾക്ക് കിട്ടിയിട്ടില്ല അല്ലേ. മുഷ്രിക്കീങ് എന്തരമാ ഒരു വലിയ വിജയിട്ട് അങ്ങ് എന്താക്കിയാറ്, ഘോഷിച്ചാറ്. ബട്ട് അങ്ങ് ബിയർച്ച പോലത്തെ ഒരു വിജയം അങ്ങ് കിട്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഉഹുദ് യുദ്ധ ആവുകുള്ള കാരണം എന്തിരെ അങ്ങനെ കച്ചവട സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബരങ്ങ പിടിച്ചാറ് അല്ലേ. അപ്പൊ നമുക്കിങ്ങനെ കച്ചവട സംഘത്തെ സുലാഭത്തിൽ പോകുಬಿಟ್ಟോ ഇല്ല, അപ്പൊ അങ്ങനെ നാശാക്കുന്ന് ചൊല്ലുന്ന ഉദ്ദേശത്തിലേക്ക് ഉഹുദ് യുദ്ധ സംഭവിക്കണം. മാത്രം അതിലെന്തെങ്കിലും ഫായ്ദ ഇത്ത ഉഹുദ് യുദ്ധത്തിൽ ഇങ്ങനെ വിജയി കിട്ടിട്ട് ഈ കച്ചവട സംഘത്തെ പോകും പോലെ സുലാഭത്തിൽ പോകും പോലെ എന്തോ ആയില്ല. അതേപോലെ പിന്നൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലൂണും തിന്ത് അതും സംഭവിച്ചിട്ടില്ല. അപ്പൊ കാലി ഒരു ജസ്റ്റ് വിജയാണ്ട് കിട്ടിയല്ലാണ്ട് മുഷ്രിക്കിങ്ങ വിയർച്ച പോലത്തെ ഒരു വിജയന്തും അങ്ങ് കിട്ടിയിട്ടില്ല ചൊല്ലത് ടിക്കറ് ആ ഉഹുദ് യുദ്ധത്തിൽ കിട്ടറെ വലിയ ഒരു പാട്ട. അതേപോലെ മുസ്ലിമിങ്ങ സോത്യങ്ങും അതെന്തായിട്ടില്ല ആ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു സോത്യല്ലാണ്ട് അലക്ക ഇസ്ലാമിനെ തകർക്കും പോലെ അങ്ക് ആക്കുക ആയിട്ടില്ല ചൊല്ലതും നമുക്ക് മനസ്സിലാക്കുക സാധ്യവരെ ഒരു കാര്യമായിട്ട്. ഇനി ഉഹുദ് യുദ്ധത്തിൽ പിന്നെ നടന്നതായ പ്രധാനപ്പെട്ട ഒരു സംഭവ കല്ലുകുടി നിരോധിച്ചിട്ടുള്ള ആ ഒരു നിയമ പണ്ട് ഈ ഉഹുദ് യുദ്ധത്തെ സംഭവയിൽ പിന്നേക്ക് കല്ലുകുടി അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ട് നിഷേധിച്ച സംഭവ ഉഹുദ് യുദ്ധത്തിൽ പിന്നേക്ക്. കല്ല് കുടിച്ചൊന്നും പിടി, ഷറാബ്, വൈന് ഇങ്ങനത്തേതല്ല കുടിക്കരുത്. ഫസ്റ്റ് കാലഘട്ടത്തിൽ ഇസ്ലാമിൽ നിന്നിട്ട് കുടിച്ചോ ഇന്നാറ് കല്ലുകുടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധിച്ചിരെ ഘട്ടം ഘട്ടമായിട്ടേക്ക് ഓരോരോ സന്ദർഭത്തിലേറ്റേക്ക് ഒർക്കലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ടില്ല കല്ലുകുടിയെ നിഷേധിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചെങ്കിൽ കല്ലുകുടിയിൽ മുങ്ങി തിന്നങ്ങ അങ്കതിന്നില്ലെങ്കിൽ ജീവന മുന്നൽ പോയിട്ടില്ല എന്ന് അത്രമാത്ര കല്ലുകുടിയിൽ മുങ്ങി തിന്ന ആൾമാറി തിന്നാറ് അറബിറങ്ങ. ജാഹിലിയ കാലഘട്ടത്തിൽ കല്ലു കുടിക്കുക പ്രേരണാക്കി ഇന്ന്, അതേപോലെ കല്ലു കുടിക്കിற കവിത ചൊന്നു ഇന്ന്. കല്ല് കുടി ചൊല്ലത് അങ്ങനെ ജീവനത്തെ ഒരു ഭാഗമായിട്ടിന്ത് ലാസ്റ്റും എത്രത്തോളം ചൊന്നെങ്കിൽ നാം മർച്ചെങ്കും നന്റെ കബറിനെ മുട്ട ഒരു മുന്തിരിങ്ങരെ തൈ വെക്കണു അതിരെ ആ തൈരെ ആ ബല്ലിൽ പണ്ടതായ ആ ഒരു ഈ കല്ല് കുടിച്ചിട്ടാണ് മർച്ചയിൽ പിന്നെ നന്റെ മുള്ളുകു അത് കിട്ടണു ചൊന്തു അങ്ങനെ കവിത പാടി ഇന്ന് ആൾമാറിയിട്ടിക്കറാറ് ആ അറബിറങ്ങ. അപ്പൊ അങ്ങനെ ഹിസാബിൽ ഒർക്കലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ടില്ല ഇസ്ലാം വന്നപ്പ ഒർക്കലെ കല്ലുകുടി നിഷേധിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ ഫസ്റ്റ് കാലഘട്ടത്തിൽ സഹാബിറങ്ങ കല്ല് കുടിച്ചു ഇന്നാറ്. മാത്രമല്ല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലത്തെ സഹാബിമാർക്ക് ഇത് ഒരു തപ്പ് പോലെ കണ്ടുപോയിന്ത്. അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കി അള്ളാഹുവരോട് ദുആ ചെയ്തു, അള്ളാഹുവേ കല്ലുകുടിയുടെ വിഷയത്തിൽ ഒരു തീരുമാനമാക്കി. അങ്ങനെ ഇത്തിക്കർ ഫസ്റ്റ് ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കി യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, നബിയെ ഖമറിന്റെ വിഷയത്തിൽ കല്ലുകുടിയുടെ വിഷയത്തിൽ നിങ്ങളൊട്ടിക്ക് അങ്ങ് ക്വസ്റ്റ്യൻ കേൾക്കുവാർ ചൊല്ലൊരു യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. ആ കല്ലുകുടിയിൽ എന്തുണ്ട് ചമ്മ ഉപദ്രവമുണ്ട്, ഉപകാരത്താണ് യാർ ഉപദ്രവമുണ്ട് ചൊന്തേത്തിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ആ ആയത്തിൽ ചൊല്ലി സൂറത്തുൽ ബഖറ 119 ആയത്തേക്ക്. ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതേപോലെ ഇമാം ഷാബി ഇമാം മുജാഹിദ് ഇങ്ങെല്ലാം ചൊല്ലற ഹാദിഹി അവ്വലു ആയത്തിൻ നുസിലത് ഫിൽ ഖമർ. ഈ ആയത്തേക്ക് ഒന്നാമത്തേതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കല്ലുകുടിയെ വിരോധിച്ചിട്ടുള്ള ഒരു ആയത്ത്, അതായത് പൂർണ്ണമായിട്ടല്ല ഒരു ഡിസ്കറേജ് ആക്കിയിട്ട് കല്ലുകുടി അതെന്തരല്ല നല്ല ഒരു വിഷയമല്ല ചൊന്തുല്ലേ ആ ഒരു വിഷയം മാത്രം ഇട്ടിക്ക് അള്ളാഹു ഫസ്റ്റ് നാസിലാക്കി. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കി അള്ളാഹുവരോട് ദുആ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് രണ്ടാമത്തെ ആയത്ത് സൂറത്തുൻ നിസാ 43 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ചൊന്തു യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ. സത്യവിശ്വാസിമാരെ നിങ്ങൾ നിസ്കാരത്തിൽ വരുമ്പോൾ നിങ്ങൾ സുക്കാറായിട്ട് അതായത് നശ ഉല്ലങ്ങായിട്ട് നിങ്ങൾ ബറുത്തീറ നിസ്കാരത്തിൽ നിങ്ങൾ മുട്ട ബറുത്തീറ. അപ്പൊ ഇതേറ്റിക്ക് രണ്ടാമത്തെ ഘട്ട. അപ്പൊ സഹാബിറങ്ങ് എന്താക്കിയാർ നിസ്കാര ഫജറുണ്ടു, ഫജർ നിസ്കരിച്ചാൽ പിന്നെ ലൊഹറുണ്ടു, അപ്പൊ അതിരുടെ അങ്ങ് കുടിക്കുകയില്ല. ലൊഹറിൽ പിന്നെ അസറുണ്ടു, അപ്പൊ അതിരടലും കുടിക്കുകയില്ല. അസറിൽ പിന്നെ മഗ്രിബ് ഉണ്ട്, മഗ്രിബ് അതിരടലും കുടിക്കുകയില്ല. മഗ്രിബ് പിന്നെ ഇഷ ഉണ്ട്. അങ്ങനെ പോൽ മണക്ക് കുടിക്കുകയില്ലാണ്ടായി. പിന്നെ ഇഷാൽ പിന്നെ തിക്കറങ്ങ് എന്താക്കി ഇന്ന് കല്ല് കുടിച്ചു ഇന്ന്.
അങ്ങനെ പോൽമണ ബുട്ടാറ് ഇഷാ നിസ്കാറായി പിന്നെ ഇട്ടിക്കറ് അങ്ങ് കല്ല് കുടിച്ചു ഇന്ന് അങ്ങനെ ലാസ്റ്റിಗೆ എന്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദരെ ആയത്ത് നാസിലാക്കിയിട്ട് യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. കല്ലുകുടി, ജൂതാട്ട, അതേപോലെ അങ്ങ് ആക്കിയുന്നതായ കൊറിയ ಅಂದ್ರೆ ಲಕ್ಕಿ ಪಲ್ತದುಲ್ಲೆ ಲಕ್ ನೋಕ್ರದಾಯ ಕೊರೆ ಇದಲ್ಲ ಇಂತ ಅಂಗಲ್ದು ಪಕ್ಷಿ ನೋಟ ಅಪ್ಪ ಇದೆಲ್ಲ ಅಂದ್ರೆ ರಿಜ್ಸುಂ ಮಿನ್ ಅಮಲಿ ಶೈತಾನ್, ಇದೆಲ್ಲ ಶೈತಾನ್ರ ಅಮಲಿಲ್ಪಟ್ಟದೆ ಇಟ್ಟಿಕ್ಕರು. ಫಜ್ತನಿಬು ಎಲ್ಲom ನಿಂಗೆ ಬಿಟ್ಟು ಬಿಡೋಣ. ರಿಜ್ಸುಂ ಮಿನ್ ಅಮಲಿ ಶೈತಾನ್ ಫಜ್ತನಿಬೂಹು ಲಅಲ್ಲಕುಂ ತುಫ್ಲಿಹೂನ್. അങ്ങനെട്ടായി നിങ്ങൾ വിജയിക്കറാർ. ഇന്നമാ യുരീദു ശൈത്താൻ അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിരി. ശൈത്താന് ഈ കല്ല് കൊണ്ടിട്ടും ഈ ജൂതാട്ട കൊണ്ടും ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ശത്രുത്വം ഉണ്ടാക്കുക ഇട്ടിക്കരുത്. ഫിൽ ഖംറി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ. അല്ലാഹുവേ ദിക്ർ തൊട്ടിട്ടും നിസ്കാരത്തെ തൊട്ടിട്ടും തടയുക ഇട്ടിക്കര് ശൈത്താൻ ഉദ്ദേശിക്കരേ. അതിൽ പിന്നെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കരേ ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾ നിപ്പാട്ടില്ലേ, നിങ്ങൾ ഇത് നിപ്പാട്ടുകയിട്ടില്ലേ അല്ലാഹു. അങ്ങനെ ഈ ആയത്ത് നാസിലായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേട്ടാട്ടിയപ്പ ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലി ഇൻതഹൈന ഇൻതഹൈന, നങ്ങ നിപ്പാട്ടിയ. നോക്കൊരു കല്ലുകുടിയിൽ മുങ്ങിത്തിന്ന ആൾമാർ ഈ ഒരു ആയത്ത് കേട്ടതേ പിന്നെ ഒരു ഇത്ത് കല്ല് അങ്ങനെ ബായിക്ക് പോയിട്ടില്ല എന്റെ തിക്കറ് ചരിത്രത്തിൽ കാണും. അനസ് റളിയല്ലാഹു അൻഹു പോലത്തെ ಬೆಲೆ ಸಹಾಬಿರಂಕ್ ಬೆಲೆ ಆ ಕಲ್ಲರ ಶಾಪಿಂತ ಈ ಆಯತ್ತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಾಜಿಲಾಯಪ್ಪ. ಈ ಆಯತ್ತು ಸಹಾಬಿರಂಗ ಪರಸ್ಪರ ಓದಿ ಕೇಪಾಟಿ ಕೊಡ್ತಪ್ಪ. ಕಲ್ಲು ಕುಡಿಚೋ ಇನ್ನು ಆಲ್ಮಾರು ಸಹಾಬಿರಂಗ ഈ ആയത്ത് കേട്ടതേ അങ്ങനെ ബായിക്ക് പിന്നെ ഒരു പെഗ് പോയിട്ടില്ല, പിന്നെ ഒരു ഡ്രോപ്പ് അങ്ങനെ ബായിക്ക് അങ്ങ് പോയിട്ടില്ല. അപ്പമേ അങ്ങനെ കയ്യിൽ ഇന്നതിന് അങ്ങ് വലിച്ചെറിഞ്ഞാറ് ഉള്ള കല്ലറെല്ലാം ഒടിച്ചിട്ട് വിട്ടാറ്. ലാസ്റ്റിക്ക് ആ മദീനത്തെ തെരുളൊരു പൊലമേ ഒലികി പോയിട്ടുണ്ടായിത്തിക്കറ് ചരിത്രത്തിൽ കാണിച്ചു. നിങ്ങൾ അത്ര കല്ലറ് പിന്നെ ಬೆಲೆ ഡ്രം ಬೆಲೆ ആ ഇത് അങ്ങനെന്താക്കിയാറ് എല്ലാം ഒലിച്ചു വിട്ടാറ്, എല്ലാം ഒലിക്കാറ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഇട്ടിക്കറാണ്. നോക്കൂ, അങ്ങനെ കച്ചവട തിന്നത്, അങ്ങനെ ബിസിനസ് ആയി തിന്നത്. സാധാരണ അങ്ങ് പെന്തിരിക്കാത്ത എങ്ങനും ആയിത്തല്ലേ ഇതൊന്നു തീരട്ട്, ഈ ഒരു സ്റ്റോക്ക് ഒന്ന് തീരട്ട്, അപ്പൊ ഇത്ര ಖರ್ಚಾക്കിയതല്ല അതിൽ ഒരു ലാഭം വരട്ടെ പിന്നെ നിപ്പാട്ട് അല്ലേ. മാത്ര സാബിരങ്ങ ആഴ്ച ആക്കിയിട്ടേ ഇല്ല. സാബിരങ്ങ ലാഭമാ നഷ്ടമാ അള്ളാഹു ചൊന്ത റസൂല് ചൊന്ത പിന്നെ അവിടെ സ്റ്റോപ്പ്, പിന്നെ അതിനായിട്ട് അപ്പർ ഇല്ല അങ്ങൾത് ആൽച്ചനമേ ഇല്ല. അപ്പൊ ഇതേറ്റിക്കർ ഒരു മുഅ്മിന്റെ സ്വഭാവം ഉണ്ടാവണായി. ഇണ്ടെന്തേ കല്ലു കുടിക്കുന്നതിൽ ഒരു ഇതുമില്ലാണ്ട് ഒരു പേടിയുമില്ലാണ്ട് മുസ്ലിം സമുദായത്തിക്ക് സമയത്തെ അത് കടന്നു വന്നതായ ഒരു അവസ്ഥയിട്ടിക്കാണ്ട് ചെറിയ ചെറിയ മക്കളെ പിടിച്ചിട്ട് കല്ലുണ്ടല്ല ആൽക്കഹോൾ ആയിട്ടുള്ള എല്ലാ വസ്തുവും നശബണ്ടതായ എല്ലാ വസ്തുവും യൂസ് ആക്കുന്ന ഒരു അവസ്ഥ. കല്ലൊരു വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുൽ ഖബായിസ് അല്ലേ, എല്ലാ തപ്പുരെ എന്തൊരു ഉമ്മ ചൊന്തേത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി. അപ്പൊ അത് കഴിട്ട് ഒർക്കും ഞങ്ങളെ ബുദ്ധിരെ ഇല്ലാണ്ടാക്കരുതായ ഒരു കാര്യം ഒരു മുഅ്മിനാക്കൂത്തീറ. കല്ലാവട്ടു, ഡ്രഗ്സ് ആവട്ടു, അതേപോലെ അങ്ങനത്തെ ബുദ്ധി പോബാട്ടതായ ಕಾರ್ಯ, ಆಲ್ಕೋಹಾಲ್ ಉಳ್ಳದಾಯ ಕಾರ್ಯ, ಅದು ಒರ್ക്കും ഞങ്ങളെ ബായിക്ക് പോകുത്തീറ, ഞങ്ങളെ ബുദ്ധി നഷ്ടപ്പെടുന്ന പോലെ ആവുത്തീറ. ഇസ്ലാം എന്തൊരു വിഷയം ഹലാലാക്കിയിരുന്നും ഹറാമാക്കിയിരുന്നു അത് മനുഷ്യന്മാർ നല്ലത് കേട്ടിക്കർ. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർറിമു അലൈഹിമുൽ ഖബായിസ്. എല്ലാ നല്ലതും നിങ്ങൾക്ക് ഹലാലാക്കിർ, എല്ലാ ബെഡ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിർ. അപ്പൊ അള്ളാഹും റസൂലും ഒരു കാര്യം ഹറാമാക്കിരുട്ടായി ഞങ്ങളെ ജീവനത്തും ഞങ്ങളെ ജീവനത്തെ ഈ ലൈഫും എന്തൊരു അത് ഹൈറൈറ്റിക്കറി ചൊല്ലാൻ ഞങ്ങൾ മനസ്സിലാക്കും. ഇസ്ലാം പ്രധാനമായി 5 വിഷയത്തെ സംരക്ഷിക്കുകയായിട്ടിക്കറ് ഞങ്ങളുടെ ചൊന്നറി. 5 വിഷയത്തെ പ്രധാനം. ഒന്ന് ഞങ്ങളെ അക്കല് സംരക്ഷിക്കുകയായിട്ട് ചൊന്നു. അക്കല് നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഞങ്ങളിൽ നിന്ന് ഉണ്ടാവുത്തീറ. രണ്ടാമത്തേത് ദീന് നഷ്ടപ്പെടുന്ന പോലത്തെ ഒരു കാര്യം ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ಅದಕ್ಕല്ലെയോ സ്വന്തം അബ്ബുമ്മ ശിർക്കാക്കോ ചൊന്നെങ്ങും നിങ്ങൾ അത് അനുസരിക്കണ്ടാണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു. അത് മാത്രമല്ല ദീനിൽ നിന്ന് മുർത്തദ്ദായ അവനക്ക് ശിക്ഷ എന്ത് ഇസ്ലാമിലും അതെ ദീനിനെ സംരക്ഷിക്കുകയായിട്ടിക്കുന്നത്. ദീനിന്റെ പുറത്തു പോയി അവനക്ക് ഇസ്ലാമിക് ഭരണകൂടം അനുസരിച്ചിട്ട് ഹാക്കിമാർ അത് ശിക്ഷ വിധിക്കണം, അവനെ കൊല്ലണുണ്ട് എത്തിക്കർ ഇസ്ലാമിലെ നിയമ. അതേപോലെ മൂന്നാമത്തേത് സമ്പത്ത് ഞങ്ങൾ സംരക്ഷിക്കണായത് എത്തിക്കർ. സമ്പത്തിരെ അതെ കട്ടവണ് കൈകൊത്തണുണ്ട് എന്തെങ്കിലും ഇസ്ലാം നിയമാക്കിയത്
ആ സമ്പത്തിലുള്ള സംരക്ഷണ എത്തിക്കുക. നാലാമത്തേത് ചോര, ജീമ, ಅದಕ್ಕೆಲ್ಲ ಕೊನ್ನೋണ്ട് ಕೊಲ್ಲೋಡು ಚೊಂತ ഇസ്ലാം നിയമാക്കിയത് അല്ലേ? ജീമത്തുക്ക് അത്ര വില കൊടുത്തു. എന്തും കിട്ടിയില്ലെങ്കും പന്നിരച്ചിണ്ടായെങ്കിൽ അത് വേണം നിങ്ങൾക്ക് തിന്നാം. കാരണം ജീമ പോലെയുണ്ട്. അതേറ്റിക്ക് ജീമത്ത് കൊടുത്ത ബല. അതേപോലെ അഞ്ചാമത്തേത് ഒരു മുഅ്മിന്റെ അഭിമാനം. ഒരു മുഅ്മിന്റെ അഭിമാനം സംരക്ഷിക്കുക ഇസ്ലാം ചൊന്നു. അത് കേട്ടിക്ക് ഒരു വ്യഭിചാരോപണ ആക്കുമ്പോഴത്തേക്ക് സാക്ഷി ഇല്ലാണ്ടായെങ്കിൽ അവനക്ക് ശിക്ഷ ഉണ്ട്. സാക്ഷി 4 സാക്ഷി പോകുന്നതിന് മാത്രമേ അവൻ്റെ സാക്ഷി എടുക്കുക. അവിടെ 4 സാക്ഷി ഇല്ലാണ്ടായെങ്കിൽ അവനക്ക് ശിക്ഷ ഉണ്ട്. ഇസ്ലാം ഈ 5 പ്രധാനപ്പെട്ട കാര്യം സംരക്ഷിക്കുക ഇട്ടിക്ക് ഇസ്ലാം നമുക്ക് പഠിപ്പാട്. അതിൽ ഒന്ന് ഇട്ടിക്ക് ഞങ്ങളെ അക്കില് പോണ്ട പോലത്തെ ഒരു കാര്യം ഞങ്ങൾ ആക്കൂ തീരാ. അത് യാരെ ഞങ്ങൾ ജാഗ്രത ആക്കുന്ന ഒരു കാര്യം ഇട്ടിക്ക് ചൊല്ലി ഞങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ കല്ലുകുടി ഇസ്ലാം എന്താക്കിയിട്ട് പൂർണ്ണമായിട്ട് നിഷേധിച്ചത് ഹിജ്റ 3-ാമത്തെ വർഷത്തെ ഷവ്വാൽ തിങ്കളിലെത്തിക്കർ. അതായത് ഉഹുദ് യുദ്ധം നടന്നിട്ട് അതിൽ പിന്നെ അതേ ബെരികേറ്റിക്കർ കല്ലുകുടി ഇസ്ലാം എന്താക്കിയത് പൂർണ്ണമായിട്ട് നിരോധിച്ചതേ ചൊല്ലത് നമുക്ക് മനസ്സിലാക്കുക സാധ്യം. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ജീവനത്തിൽ സംഭവിക്കരുതായ എന്തൊരു മങ്ങിലത്തെ വിഷയം, അതേപോലെ കൊറിയ അങ്ങനെ ആ ഒരു വിഷയ ഹിജ്റ 4-ാമത്തെ വർഷത്തിൽ ഞങ്ങൾക്ക് പഠിക്കാനായ കൊറിയ പാട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനത്തെ ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ വേണ്ടതായ പാഠത്തെ ഉൾക്കൊള്ളുകയും ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ട്. ഞങ്ങൾക്ക് തപ്പുര അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ട്. ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ട്. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.